ആ യോളിൽ നമുക്കൊരു രസം ഉണ്ടാക്കാമേ. ഒരു വളരെ ഈസി ആയുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാമേ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം കഷ്ണം തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞൊന്ന് വഴറ്റാമേ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 5-6 കുഞ്ഞുള്ളി, ഒരു 7-8 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കഷ്ണവും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാവേ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നമുക്ക് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതിടുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അല്ല കുരുമുളക് പൊടിക്കാത്തതാണെങ്കിലും ഇടാം, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ ഈ കുരുമുളക് പൊടിയാണ്, ഞാൻ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ കുഞ്ഞു ജീരകവും കൂടി ഇട്ട് കൊടുക്കാമേ. എൻ്റെ ഈ കുഞ്ഞു ജീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ഒന്നുകൂടെ നല്ല മണമാണ്. എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് ഒറ്റ അടി ഒന്ന് അടിച്ചു കൊടുക്കാമേ. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തവി ഇട്ടൊന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അടിച്ചു വെച്ച മിശ്രിതം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാമേ. ഒന്ന് ഡ്രൈ മണം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാമേ. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കായം കൂടി ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമുക്കൊരു നെല്ലിക്ക വലിപ്പമുള്ളൊരു പുളി എടുത്ത് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഞെരടി അതിൻ്റെ വെള്ളം എടുക്കാമേ. അതിനുശേഷം അതിൻ്റെ വെള്ളം നമുക്ക് ആ മൂത്ത മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അതൊന്ന് തിളയ്ക്കട്ടെ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം കായം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കായം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഞാൻ ഇച്ചിരി മല്ലിയില അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ ഒരു കുഞ്ഞ് ഇത് മധുരം ഒന്ന് എരിയെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഒരു ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം കൂടി. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത്രയൊന്ന് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഞാൻ ഇച്ചിരി വറ്റൽമുളകും കൂടെ കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ.